ഇന്ത്യക്കാർ EV-യിലേക്ക് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാത്ത ഒരു വാഹനമാണ് ഇനിയുള്ളത്. അതിൻ്റെ പേര് ടാറ്റ പഞ്ച് EV എന്നാണ്. കാഴ്ചയിലായാലും കാര്യത്തിലായാലും കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഹായ്, പേര് അരുൺ. എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉജ്ജീവൻ ബാങ്കിൽ മാനേജർ. ഉജ്ജീവൻ ഇവിടെ ഹൈക്കോർട്ടിൽ. കേട്ടിട്ടുണ്ട്. അത് എവിടെയാണ് ബേസ്ഡ് ബാങ്ക്? ബാംഗ്ലൂരാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലേ? ഷെഡ്യൂൾഡ് ബാങ്കാണ്. നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക് കാറ്റഗറിയിൽ ഒരു 11 ബാങ്കിന് ലൈസൻസ് കിട്ടും. അതിലൊന്നാണ്. ഇവിടെ കേരളത്തിൽ വേറെ സ്ഥലത്തുണ്ടോ? 21 ബ്രാഞ്ച് ഉണ്ട്. ശരി, ഓക്കെ. മലയാളികൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ബാങ്ക്. ഇൻട്രസ്റ്റിംഗ് കൂടുതൽ. അതെ. എത്ര കാലം ഇപ്പം അതിൽ ആയിട്ട്? ഞാനിപ്പോൾ 6 വർഷം. ഓക്കെ. അപ്പം ധാരാളം ഓട്ടം ഉണ്ടോ? കാരണം ഈ കസ്റ്റമേഴ്സ് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പഞ്ച് EV? പഞ്ച് മെയിനായിട്ട് ഞാൻ EV-ലോട്ടും മാറിയത് ഓഫ് കോഴ്സ് പെട്രോളിൻ്റെ ഏതായിരുന്നു ഉപയോഗിച്ചിരുന്നത്? നമുക്ക് KUV ആയിരുന്നു. മഹീന്ദ്ര KUV. നമുക്ക് മൈലേജ് തീരെ കുറവായിരുന്നു. അപ്പോൾ EV എന്നുള്ള ഒരു ഇതിലോട്ട് പോകുമ്പം സത്യത്തിൽ എനിക്ക് പഞ്ച് അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണല്ലേ. ഏതാ നോക്കാൻ പോയത്? ഞാൻ ആദ്യം പ്യുവർലി നമുക്ക് സിറ്റി ആണല്ലോ, അപ്പോൾ നമുക്ക് ടിയാഗോയിലോട്ട് പോകാൻ. ടിയാഗോ തീരെ ചെറുതാണ്. അപ്പോൾ പിന്നെ അടുത്ത ഒരു ഇതെന്ന് വെച്ചിട്ട് നമ്മൾ നെക്സോണിലേക്ക് പോയി. നെക്സോണിലേക്ക് പോയപ്പം എനിക്ക് 360 ക്യാമറ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സോണിലേക്ക് പോയപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിലോട്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ പെട്രോൾ പഞ്ചിൻ്റെ ഇൻറ്റീരിയറൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കണ്ട് ഇന്ത്യയിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇതിന് എത്രയായി ഓൺ റോഡ്? എനിക്കിപ്പോൾ 14.83 ആണ് ആയത്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് കുറച്ചുകൂടെ ആയപ്പോൾ ഒരു 15 വർത്താണോ? 15 വർത്ത് ഇൻ ദ സെൻസ് എനിക്ക് ഇപ്പോൾ ലോങ് റേഞ്ച് ആണ്. അപ്പോൾ എനിക്ക് മൈലേജ് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നു. ഇപ്പം എടുത്തിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ ഒരു 10-11 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ 800 കിലോമീറ്റർ ഓടി. ആറന്മുള പോയിട്ട്, എൻ്റെ വീട് ആറന്മുള. അപ്പോൾ ആറന്മുള പോയിട്ട് തിരിച്ചു വന്നിട്ടൊരു 34% എനിക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചാൽ? എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെ പോലെ 300 എന്തായാലും കിട്ടും. ഫോർ ഷുവർ. കാരണം അത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു 80 കിലോമീറ്ററോളം പിന്നെ കാണിക്കാം. അപ്പം മുമ്പൊക്കെ നമ്മൾ പറയായിരുന്നു ടാറ്റയുടെ EV-കളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ആകുന്നു. ഇപ്പോൾ അത്ര ഇഷ്യൂ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തിൽ മറ്റേ സ്പോർട്ട് മോഡ് ഉണ്ട്. അപ്പോൾ അത് ഇടുമ്പം നമുക്ക് കുറച്ച് തീർച്ചയായിട്ടും കുറയും. അതനുസരിച്ച് പെർഫോമൻസും പക്ഷെ നമുക്ക് അതിനുള്ള റോഡില്ല. അതെ, ശരിയാണ്. ചാർജ് ചെയ്യാൻ എത്ര സമയം നോക്കിയായിരുന്നോ? നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യമേ ഉള്ളൂ. നമുക്ക് EV സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് അത് 30 മിനിറ്റ്സിനുള്ളിൽ ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി. 35 മിനിറ്റ്സ്. അത് എനിക്ക് 35% ഉള്ളപ്പോഴാണ്. ബാക്കിയുള്ളതാവുന്നത് 30 മിനിറ്റ്സ്. ഒരു മണിക്കൂറൊക്കെ മാക്സിമം. ഒരു മണിക്കൂർ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വീട്ടിലാകുമ്പം രാത്രി ഞാൻ കുത്തിയിടും. അങ്ങനെ ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും. അതും മോശമല്ല. നമ്മൾ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് വന്ന് ചാർജ് ചെയ്തിട്ടാൽ അങ്ങനെ വെക്കും, കുഴപ്പമില്ല. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എനിക്ക് ഇതിൻ്റെ ചെറിയ മോനുണ്ട്. മോന് സൺറൂഫ് ആണെന്നുണ്ടായിരുന്നു. അപ്പോൾ സൺറൂഫ് ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ അതിൽ. അപ്പോൾ 360 ക്യാമറ ഉണ്ട്. പിന്നെ 360 ക്യാമറയ്ക്ക് അതിൽ നമ്മളിപ്പം ഒരു റോഡിൽ നിന്ന് നമ്മൾ അടുത്തൊരു റോഡിലോട്ട് കയറുമ്പോഴേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിറർ കിട്ടാത്തത് നമുക്ക് കിട്ടാം. വലിയൊരു ഉപകാരം. പിന്നെ വെന്റിലേറ്റഡ് സീറ്റാണ്. പിന്നെ ഇന്റീരിയർ എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ടാറ്റ ഓഫ് കോഴ്സ് ബോഡിയൊക്കെ തീർച്ചയായിട്ടും. പഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പഞ്ചിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് തുടക്കത്തിൽ ഇതുവരെ ഒന്നുമില്ല. ഫ്യൂച്ചർ അറിയില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ടിയാഗോ ഇതുമായിട്ട് എന്ത് വ്യത്യാസമുണ്ട്? വില ഓർമ്മയുണ്ടോ? ടിയാഗോ എനിക്ക് തോന്നുന്നു 11 പോയിന്റ് സംതിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ടിയാഗോ വാങ്ങിക്കാൻ പോകുന്നത് ഇതിലേക്ക് എത്തുന്നത് തന്നെയാണ് നല്ലത്. ടിയാഗോ മീൻസ് ഇപ്പം ഞാൻ കയറിയപ്പോൾ ആക്ച്വലി ഞാൻ ടിയാഗോ ടെസ്റ്റ് ഡ്രൈവ് കയറിയപ്പോൾ തന്നെ തലയിടിച്ചു. ഹൈറ്റുള്ള ആൾ കൂടെ. അപ്പോൾ എനിക്കൊരു ചെറിയ നെഗറ്റീവ് അടിച്ചു. അങ്ങനെ പിന്നെ നെക്സോണിലേക്ക് പോയത്. ആ നെക്സോണിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ ഷോറൂമിലുള്ളവർ തന്നെയാണ് പഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പഞ്ച് വേണ്ട. കാര്യം മറ്റേ പഞ്ച് കണ്ടിട്ടുള്ളൊരു അപ്പോൾ എന്നാലും ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്നപ്പോൾ തന്നെ ആ ഒരു വ്യൂ അങ്ങ് മാറി. പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെയാണ്. അങ്ങനെ പിന്നെ ഞാനങ്ങ് പോയി. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൂടി ആകാമായിരുന്നു തോന്നിയോ? അത് എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോൾ നിലവിൽ ആക്ച്വലി കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു ഫ്രണ്ട് ക്യാമോടെ വെച്ചു. ശരി. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം ഈ പിൻഭാഗത്ത് സീറ്റിലിരുന്ന് ആരെങ്കിലും ഒക്കെ യാത്ര ചെയ്തോ? അതിൻ്റെ ഫാമിലി മൊത്തം അച്ഛനും അമ്മ എല്ലാവരും ട്രാവൽ ചെയ്തായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന എനിക്ക് പഴയ ഉണ്ടായിരുന്ന KUV അത്യാവശ്യം
ഫുള്ള് സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം ആണ്. അതെനിക്ക് തോന്നുന്നു അത് ഇച്ചിരൂടെ കാലൊക്കെ അമ്മ പറയായിരുന്നു കാല് ഇച്ചിരൂടെ നീട്ടി വെക്കാൻ. അതിന് നല്ല ഹൈറ്റും ഉണ്ട്. അത് വില വെച്ചിട്ടും അത്യാവശ്യം ഇതായിരുന്നു. അതിന്റെ റീസെയിൽ വാല്യൂ എങ്ങനെ കിട്ടി KUV? ഞാനത് അന്ന് എടുത്തത് ബേസും വേരിയന്റ് ആയിരുന്നു. എനിക്കൊരു 2.75 കിട്ടി. മോശമില്ല, തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടോ വണ്ടി? തലവേദനയില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആകെ ഞാൻ 70,000 ഓടി. അതിന് ക്ലച്ച് പ്ലേറ്റ് മാത്രം അതൊന്നും അങ്ങനെ കാണാനേ ഇല്ല ഇപ്പോൾ വണ്ടിയൊന്നും കാണാനേ ഇല്ല. അപ്പോൾ ആദ്യമായി DVയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് EV വാങ്ങിക്കണോ വേണ്ടോ എന്ന് നമ്മുടെ പ്രേക്ഷകരോടൊരു അഭിപ്രായം പറയും. ഇപ്പോൾ എൻ്റെ പണ്ടുണ്ടായിരുന്നു. ഞാൻ പഴയ വണ്ടി കുറ്റം പറയാനെങ്കിൽ ഒരുപാട് നമ്മുടെ കൂടെ നടന്നു. പക്ഷേ എന്നാലും പെട്രോളിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് എനിക്കിപ്പം ഒരു 300 കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു 1 റുപ്പി വെച്ചിട്ടൊക്കെ എനിക്ക് ആവുന്നുള്ളൂ കിലോമീറ്റർ. അപ്പോൾ തന്നെ ഇപ്പോൾ 800 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 8,000 രൂപ ഞാൻ ലാഭിച്ചിട്ടുണ്ട്. സിമ്പിൾ. ഇപ്പം തന്നെ ഒരു 10-12 ദിവസം. അതെ. പിന്നെ ഒരു റിഫൈൻമെന്റ് ലെവലും ഒക്കെ ഒരു ഇതല്ലേ. ഇതിന്റെ റീസെയിൽ വാല്യൂ മീൻസ് ഇപ്പം കുറച്ചാൾ കഴിയുമ്പോൾ കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഓടിച്ച് മുതലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം കിട്ടും. EVയുടെ കാര്യത്തിൽ നമ്മൾ അതിനോടൊക്കെ അത്ര ലാഭം ഉണ്ടാക്കി കാണും. അതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ ടെൻഷൻ ഒന്നും അതിനെപ്പറ്റി വരില്ല. തന്നെയല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് EV ടെക്നോളജി ഒക്കെ വളരെ ചീപ്പാവും. അപ്പോൾ ബാറ്ററി റീപ്ലേസ്മെന്റും വളരെ ചീപ്പാവും. അപ്പോൾ ഇത് വിറ്റാലും പുതിയ ചെറിയ പൈസ സോഫ്റ്റ്വെയർ ഇഷ്യൂ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കുറേ സെൻസേഴ്സ് ഉണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹുണ്ടായി ക്രെറ്റയിൽ ആപ്പിൾ കാർപ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വയേർഡാണ്. എന്തോ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിനങ്ങനെ ഇല്ല. നമ്മൾ ഫോൺ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തന്നെ ആപ്പിൾ കാർപ്ലേ ഭയങ്കര ലാഗൊന്നുമില്ല. അതൊക്കെ അടിപൊളിയാണ്. ടാറ്റ TCS എന്ന് പറയുന്നത് വലിയ സോഫ്റ്റ്വെയർ കമ്പനി കയ്യിലുള്ള കമ്പനിയല്ലേ അത്തരം കാര്യങ്ങളിലൊക്കെ. തന്നെയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് കാണാനാണ്. ലുക്ക് കൊള്ളാം, കുഴപ്പമില്ല. നമ്മളെ വെൽക്കം ചെയ്യുന്ന ആ ഒരു ഇതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തലവേദനയൊന്നും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ടാറ്റയുടെ പുതിയ ടെക്നോളജി എല്ലാം ഗംഭീരമാണ്. ഹാരിയറിൻ്റെ EV ഒക്കെ തകർപ്പൻ വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാരിയറിൻ്റെ EVയുടെ ഒക്കെ ഒരു ചെറിയ കുട്ടിരൂപമായിട്ടാണ് നമുക്ക് കാണാവുന്നത്. ഹാരിയർ കാശുണ്ടെങ്കിൽ ഹാരിയർ എടുക്കുന്നതല്ല കാര്യം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ വലിപ്പം വെച്ച് നോക്കുമ്പോൾ സിറ്റി റൈഡ് നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് കാലം കഴിഞ്ഞൊരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ബാങ്കിൻ്റെ എല്ലാവരും ഒന്നും ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ്. ഓക്കെ, താങ്ക് യു.